ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനു മുൻപിൽ ഒരു അമ്മയും 10ഉം 11ഉം വയസ്സുള്ള 2 പെൺമക്കളും മൂവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നിരവധി തവണ ഹോൺ അടിച്ചിട്ടും അവർ ട്രാക്കിൽ നിന്നും മാറാൻ കൂട്ടാക്കിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ 3 ശരീരങ്ങൾ ചിന്നിച്ചിതറി. സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്നു 2 കുട്ടികളും. അവരുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തകർന്നു നിന്നപ്പോൾ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഷൈനി ഈ കടുങ്കൈ ചെയ്യില്ലായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഷൈനി ബയോഡാറ്റയുമായി നിരവധി ആശുപത്രികൾ കയറിയിറങ്ങി. അവിടെയെല്ലാം 12 വർഷത്തെ ഗ്യാപ്പ് ഒരു വിലങ്ങുതടിയായി നിന്നു. അമ്മയെയും സഹോദരിമാരെയും നഷ്ടപ്പെട്ടതോടെ മൂത്ത മകൻ ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയായ നോബിയാണ് ഷൈനിയുടെ ഭർത്താവ്. ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെയാണ് ഷൈനി പെൺമക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. മകൻ പിതാവിനൊപ്പം ആയിരുന്നു താമസിച്ചിരുന്നത്. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃ പിതാവിൻ്റെ ചികിത്സയ്ക്കു വേണ്ടി കുടുംബശ്രീയിൽ നിന്നും വായ്പ എടുത്ത് ഷൈനി പണം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഷൈനിയുടെ മാത്രം ബാധ്യതയാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതും ഷൈനിയെ ഏറെ അലട്ടിയിരുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനായാണ് ഷൈനി ജോലിക്ക് പോവാൻ തയ്യാറായത്. വിവാഹശേഷം ജോലിക്ക് പോവാൻ ഭർത്താവ് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് ജോലിക്ക് അപേക്ഷിച്ചപ്പോഴെല്ലാം 12 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞ് ആരും ജോലി നൽകിയില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാത്തതാണ് ഷൈനിയുടെ ഈ കടുങ്കൈ ചെയ്യാൻ കാരണം. ഇത്തരം വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.